മക്കളെ ഇങ്ങോട്ട് വരി. വിഷുവിന് ഊഞ്ഞാലിട്ട് തന്നില്ലാന്ന് അച്ഛനോട് പരാതി പറയരുതായിരുന്നു. പിന്നെ അല്ലാതെ പിള്ളേരെടുത്ത് പറഞ്ഞ പിന്നെ കെട്ടിക്കൊടുത്തായിരുന്നാ. ഏയ് അങ്ങനെ അടിയൊന്നും ഉണ്ടാകത്തില്ല. നീ വാ, നമുക്കൊന്ന് ഊഞ്ഞാൽ അടിയിട്ട് വരാം. അതിന് ഊഞ്ഞാലാണെങ്കിൽ പിള്ളേരെ തമ്മിൽ അടി ബന്ധം. ഇതൊക്കെ തമാശയാ. നീ കൊച്ചിന് ഊഞ്ഞാൽ അടിയിട്ടില്ലേ? അപ്പൊ മുതുക്ക് അമ്മാവന്മാരായിരുന്നു ഊഞ്ഞാലാടുന്നേ. അമ്മ അപ്പുറത്തുണ്ട്, ഇങ്ങോട്ട് വരും. ഒന്നും പോവനേട്ടാ, പിള്ളേരെന്ന് വിളിക്ക്. ശേ, ഇവളുടെ ഒരു കാര്യം. നീ ആടുന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ ആടാൻ പോവാ. അടിക്കോ പിള്ളേരെ. പാറു, കണ്ണാ, വർഷേ, ഇങ്ങോട്ട് വന്നേ. ആ ചിത്രയെ കൂടെ വിളിച്ചോ. അച്ഛയുടെ എന്താ ഉണ്ടാക്കി വെച്ചിരുന്ന കണ്ടോ നിങ്ങളെ? പാടി ഇവിടെ ഊഞ്ഞാൽ അടിയിട്ട് നീ പോയാ മതി. അമ്മ അപ്പുറത്തുണ്ട് കേട്ടാ. എന്റെ അമ്മയുടെ തല ഇങ്ങോട്ട് അടി. ഇങ്ങോട്ട് വരാൻ പറഞ്ഞ വന്നോളണം. ഇത് പിള്ളേർ പറയുമ്പോ ഇങ്ങോട്ട് വന്നേ. ദൈവമേ, മനോട്ടൊരു കാര്യം. കൈ വേദനയാ. വാ ഇങ്ങോട്ട്. വർഷേ നിങ്ങൾ വാ മക്കളെ. ദൈവമേ, ഇനി എന്നാത്തിനാ വർഷ ഇങ്ങോട്ട് വിളിച്ചു വരുത്തുന്നേ? ഊഞ്ഞാൽ ആട്ടി തരണ്ടേ? പിന്നെ ഞാൻ ആട്ടി തരാം. വേണ്ട, നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ചിരുന്ന് ആടിയാ മതി. ഓർമ്മയില്ലേ നമ്മൾ കല്യാണം കഴിഞ്ഞ് ഹണിമൂണിന് പോയത്? ഊഞ്ഞാലാട്ടി നിനക്ക് ഓർമ്മയില്ലേ? ഇങ്ങോട്ട് പാടി, ഇങ്ങോട്ട് ഊഞ്ഞാലാടാ. വർഷേ നിങ്ങൾ വാ മക്കളെ, അമ്മ അച്ഛനെ ഊഞ്ഞാലാട്ടിത്താ. മിണ്ടാതെ അടങ്ങിയിരിക്കടി. ഞാൻ അച്ഛൻ വിഷുവിന് ഊഞ്ഞാൽ കെട്ടി തന്നില്ലാന്ന് പരാതി പറയരുത്. പെട്ടെന്ന് ഒരു ആട്ടം ആടി തന്നെ. ഫസ്റ്റ് ഉൾക്കാരണം അമ്മ അച്ഛനും ആടാൻ പോകുന്നേ. ഊഞ്ഞാൽ കെട്ടി തന്നതും ഇവിടെ അടി ഉണ്ടാക്കിയാനല്ല അച്ഛ, അർത്ഥം ദൂരെ കളയും കേട്ടാ. അത് നിങ്ങൾ രണ്ട് പെമ്മകളടുത്താ പറയാനുള്ളത്. വർഷേരത്തും ചിത്രേരടുത്ത്. എന്റെ പൊന്നേ, ഇതിനു വേണ്ടിയായിരിക്കും ഇവിടെ കിടന്ന് അടി ഉണ്ടാക്കുന്നത്. അമ്മ എത്രയും വർഷം ഊഞ്ഞാലാടിയിട്ട്. അടിക്കോ മക്കളെ, അടിക്കോ. ഒരു പ്രാവശ്യം ആട്ടി തരും, ബാക്കി അച്ഛനും അമ്മയുടെ കൊന്തി അങ്ങോട്ട് ആടിക്കൊള്ളാം കേട്ടാ. ശരി, നീ ആട്ടങ്ങോട്ട്. പൊന്നു വർഷം വേഗം ആട്ട. അമ്മ ഇപ്പൊ ഇങ്ങോട്ട് വന്ന് എന്തോന്ന് പറയുന്നറിയാവോ? അമ്മ ഒന്നും പറയത്തില്ല. അമ്മ ഒന്ന് അടങ്ങിയിരിക്കാൻ പറ്റോ? ഇനി കൊന്തി അടിക്കോ. ഇന്ന് അടിച്ച് പൊളിക്കണമെന്ന് എന്റെ ഫ്രണ്ട്സിനെ അങ്ങോട്ട് അടിച്ച് വരുത്തിയാലാ. അമ്മയ്ക്ക് എന്താ ഇത്ര പേടി? അമ്മമ്മ പറഞ്ഞാ മതിയില്ല, കൊച്ചിനെ ഒന്നും ഇട്ട് കൊടുക്കത്തില്ല. അതാണ് ഇത്ര പേടി. അമ്മ അപ്പുറത്തുണ്ട് കേട്ടാ. വലിയ ആട്ടാടാ പോകുന്നത്. സീതെ പിടിച്ചിരുന്നു ആട്ടാ. വർഷേ, അമ്മ ഇതെവിടെ കിടന്നാ വിളിക്കുന്നേ? ദൈവമേ, അമ്മ വരുന്നു. മിണ്ടാതിരിക്കടി. ഊഞ്ഞാലാടി എന്താ അമ്മ കുഴപ്പം? ഒരു കുഴപ്പമില്ല. കൊച്ചു പിള്ളേരല്ലേ പിള്ളേരെ ആടുന്നേ. നിങ്ങളൊക്കെ മുതുക്കളാണോ വേറെ നാടുന്നത്? അയ്യേ, അങ്ങനെ ഊഞ്ഞാലിന് മുതുക്കൊന്നും പ്രായമൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലാണ്. തരാം. ഒന്ന് പോവച്ചേ. അമ്മയെ പോലത്തെ വിവരമില്ലായ്മ എനിക്കില്ല. ഊഞ്ഞാലാടുന്നൊന്നും വിവരമില്ലായ്മ. അമ്മയ്ക്കൊന്നും അറിയത്തില്ല. ദൈവമേ, അമ്മ ഇനി എന്തോ അലക്കണോ? എന്റെ അമ്മ അലച്ചാണ്ടല്ല, ഇന്നലെ അവിടെ ഡിലീറ്റ് ചെയ്ത് കളയും. നോക്കിക്കോ. പതുക്കെ പറ വരേട്ടാ. അമ്മ കേക്ക് പിന്നെ എന്തോന്ന് വിഷമം വരത്തില്ലേ? ചായ എടുത്തുണ്ടോ? പിള്ളേരോടെ മക്കളെ എല്ലാരും വിളിച്ചേ. പിള്ളേരിന് കുറച്ചു കഴിഞ്ഞ് വന്നാൽ മതി. ഞാൻ കുറച്ചു നേരം ആടിക്കോട്ടെ. ശരി, അടി ഉണ്ടാക്കരുത്, കളിക്കണം കേട്ടാ. ശരി. ഊഞ്ഞാലാടുകയാണോ? അതെ അമ്മേ, അമ്മ ഒരു ആട്ടം തരാം അമ്മേ. ഈ മരം പൊങ്ങി അങ്ങ് പോളാങ്ങ് രസമായിരിക്കല്ലേ ഊഞ്ഞാലാടുമ്പോ. പിന്നെ ഇതിൽ കയറിയുണ്ടല്ലോ, പിന്നെ ഇറങ്ങാൻ തോന്നത്തില്ല. ആ പിള്ളേർ പറഞ്ഞതിന് പിന്നെ കൊതി അത്ര ആടി തീർക്കണം. അതാ പിള്ളേരെ വിളിക്കാത്തെ. അല്ല മക്കളെ, അമ്മ കുറച്ച് ആടിക്കോട്ടെ എന്ന് പറയുകയാണ്. ഹായ് റിയലി? തോന്നി എലിയാ? എലിന്നല്ല, സത്യമായിട്ടും ചോദിച്ചാണ്. സത്യമായിട്ടും ഇപ്പൊ ഇറങ്ങി തരാമേ. സീതയെങ്ങാനും കണ്ടോണ്ട് വരണോ? ഇത് വേഗം ഇറങ്ങും മക്കളെ. ഒരാട്ടം കൂടെ ആയിട്ട് ഇറങ്ങി തരാം. മാറി നിൽക്കാം അമ്മ. ഞാൻ ആട്ടിത്തരാം അമ്മേ. നന്നായിട്ട് പിടിച്ചിരുന്നോളേ. നിന്റെ അപ്പൂപ്പ എന്നെ എന്തോരം ഊഞ്ഞാലാട്ടിട്ടുണ്ടെന്ന് അറിയാവോ? എന്റെ ദൈവമേ, പൊണുകടി തുടങ്ങി. എന്നിട്ടാണോ അമ്മ ഇത്ര നേരം അമ്മയെ കുറ്റം പറഞ്ഞത്?
അത് പിന്നെ അമ്മൂമ്മ ചുമ്മാ തമാശ അടിച്ചതല്ലേ. അമ്മൂമ്മേരെ തമാശ ഒന്ന് കാണിച്ചു തരാം ഞാൻ ഇന്ന്. ആട്ടി താ മക്കളെ, ആട്ടി തരാമേ. അമ്മൂമ്മേരെ തമാശ അല്ലേ, ഞാൻ കാണിച്ചു തരാം കേട്ടാ. എന്തുവാ നീ പറയുന്നേ? ഒന്ന് ആട്ടി താ മക്കളെ. റെഡി 1 2 3 സ്റ്റാർട്ട്. പിടിച്ചിരുന്നാണേ, പയ്യെ ആട്ടിയാ മതി കേട്ടാ. എന്നാ അമ്മമ്മക്ക് മുട്ടേനെയാ. ഇത് വലിച്ചാടിയാലേ അമ്മമ്മേ മുട്ടുവാങ്ങിയാലേ പമ്പ അടക്കുന്ന പറയുന്നേ. ആണോ? എങ്കിൽ പിന്നെ വലിച്ചാടാ മക്കളെ. എങ്ങനെയെങ്കിലും മുട്ടുവാനൊന്ന് കുറഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു. അതെങ്ങനെ മക്കളെ വലിഞ്ഞിടുമ്പോ മുട്ടുവാനെ കുറയുന്നേ? അതൊക്കെ ഉണ്ട്. ആദ്യം അമ്മമ്മ ആട്. റെഡി 1 2 3 സ്റ്റാർട്ട്. പയ്യെ പയ്യ. ആ പയ്യെ തന്നെ അമ്മമ്മേ. യോ മക്കളെ നിർത്ത്. അമ്മമ്മക്ക് ഇവിടെ ഇറങ്ങണം. അമ്മ ഇതിൽ അങ്ങനെ ഇറങ്ങാൻ പറ്റത്തില്ല. അമ്മമ്മ ആടിക്കോ. അയ്യോ സീതേ. എന്റെ അമ്മ അയച്ചിട്ട് എന്തോ കുറ്റമായിരുന്നു നിങ്ങൾക്ക്. മക്കളെ ഒന്ന് ഇറക്ക്. അമ്മമ്മക്ക് തറ ഇറങ്ങണം. അയ്യോ സീതേ. അമ്മേ എന്റെ പൊന്നു വർഷ, അമ്മമ്മ ഇവിടെ ഒന്ന് ഇറക്ക് മക്കളെ. അമ്മമ്മ കുറച്ചുകൂടെ ആടിയിട്ട് ഇറങ്ങിയാ മതി. അയ്യോ അയ്യോ മക്കളെ. ചേച്ചി ഇനി വലിച്ചാട്ടിക്കോളെ ചേച്ചി. അമ്മമ്മ തെറിച്ച് മരത്തിന്റെ വണ്ടി വന്ന് വീഴട്ടെ. മക്കളെ പൊന്നു വർഷയാകുന്ന അമ്മമ്മ ഇറക്ക് മക്കളെ. ഇനി എന്റെ അച്ഛനമ്മ ഇങ്ങനെ വഴക്കറിയോ? അയ്യോ ഒന്നും പറയട്ടെ. അവർ വേണം ഇന്നത് കിടന്ന് ഉറങ്ങിക്കോട്ടെ. എന്നാലും അമ്മമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല. എങ്കിൽ ഞാൻ ഇറക്കി തരാം. പയ്യെ 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 ഇറങ്ങിക്കോ. അയ്യോ എനിക്ക് തല ഇറങ്ങുന്നേ. എനിക്ക് വയ്യേ. ചേച്ചി എന്നെ ഒന്ന് ആട്ടിത്താ ചേച്ചി. വേഗം ഇങ്ങോട്ട് കേറുവാ. അയ്യോ എനിക്ക് വയ്യേ, തല ഇറങ്ങണേ. അമ്മമ്മ അവിടെ പോയി ഇരിക്കാം അമ്മമ്മേ. വേഗം വേറെ പാറും അങ്ങോട്ട്. ചേച്ചി എനിക്ക് ഇരുന്ന് ആടണ്ട, നിന്ന് ആടിയാ മതി ചേച്ചി. എന്നാ ഇരുന്ന് ആടി കൂടെ കേറങ്ങോട്ട്. അയ്യോ എനിക്ക് തല ഇറങ്ങുന്നേ. ഈ കുന്ത്രാട്ടത്തിൽ വന്ന് കേറി. പാറു പിടിച്ചിരുന്നോണ്ട് ചേച്ചി ആട്ടാൻ പോവാണേ. ദൈവമേ ഇനി ജന്മത്തിൽ ഈ സാധനത്തിൽ ഞാൻ കയറൂല. അമ്മമ്മേടെ ഒരു കാര്യം. അമ്മമ്മ മാറി നിൽക്കാം അമ്മമ്മേ. മതിയോ? ഇവിടെ നിന്നാ മതിയോ? അടിക്കോ, തുള്ളി അടിക്കോ ഒന്ന്. പാറു മര്യാദക്ക് ഇരിക്കുന്നതാ നല്ലത് കേട്ടാ. ചേച്ചി എനിക്ക് ഇരിക്കാണ്ട്, എനിക്ക് നിന്നാ മതി. എന്റെ പൊന്നു പാറു, അമ്മ വന്ന് അടിക്കും കേട്ടാ. എന്നെ തന്നെ അടിക്കും. നീ വന്ന് വീണ. ഞാൻ വീഴൂല, പിടിച്ച് നിന്നോളാം ചേച്ചി പ്ലീസ്. ശരി ശരി, പതുക്കെ അടുത്തുള്ളൂ കേട്ടോ. ആകാശത്തിലോ പൊന്നു ദേവിയേ, ഇങ്ങനെ മക്കളുണ്ടാ? അച്ഛ ഊരാലിട്ടെന്ന് പറഞ്ഞു. ഞാൻ അവിടെ കളിച്ചോണ്ടിരിക്കായിരുന്നല്ല. പാറു ഇറങ്ങിക്കേ, അടുത്ത് ഞാൻ ആകട്ടെ. കണ്ണാ വേഗം വന്ന് കേറ് ഇങ്ങോട്ട്. നിങ്ങൾ കുറെ നേരത്തെ ആടയല്ലേ ഇങ്ങോട്ട് മാറിയുന്നേ. ചേച്ചി ഞാൻ ഇപ്പൊ വന്നല്ലോ, ഞാനും പാറു ഇരുന്ന് അങ്ങടിക്കോട്ടെ. പറ്റൂല, അങ്ങോട്ട് ഇറങ്ങാൻ പറഞ്ഞ് ഇറങ്ങിയാ മതി. ചിത്രേ വഴക്കുണ്ടാകില്ലേ. കണ്ണ ഇപ്പൊ വന്നല്ലോ, അവൻ കുറച്ച് ആടിക്കോട്ടെ. ഈ കാര്യത്തിൽ ചേച്ചി ഇടപെടാൻ വരണ്ട. ഇത്ര നേരം ചേച്ചി പാറു നന്നായിട്ട് ആടിയല്ലോ. ശരി ശരി, കണ്ണ ഇപ്പഴല്ലേ വന്നോളൂ. ഞാൻ കണ്ണൻ കൂടെ ആടിക്കോട്ടെ. പാറു ഇങ്ങോട്ട് ഇറങ്ങിക്കേ. ഞാൻ ഇതിന് ഇറങ്ങുന്ന ചേച്ചി വിചാരിക്കണ്ട. പാറു ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞ് ഇറങ്ങിക്കോണ്ടോ, അല്ലെങ്കിൽ തള്ളിയിടുന്നു ഞാൻ. എന്റെ ദൈവം, ഈ പെണ്ണിനെ ഇപ്പൊ ആരെ അങ്ങോട്ട് കെട്ടിയെടുത്ത് ഇങ്ങോട്ട് കൊണ്ട് വന്നത്? ചേച്ചി എന്റെ വായിന്നൊന്നും കേൾക്കരുത് കേട്ടാ. ഈ പെണ്ണെ ഇവിടെ കിടന്ന് ബഹളം വെച്ച അച്ഛ ഇതെല്ലാം അറുത്ത് കളയുന്ന വെച്ച് പറഞ്ഞു പോയത് ആണോ? ഇതിന് മേലെ അറുത്ത് കളയുന്ന നല്ലത്. അങ്ങനെ ഇത്ര നേരം നിങ്ങൾ ആടി ചോദിച്ചല്ലോ. മതി മതി. കണ്ണാ നീ വന്ന് കയറി, നമുക്ക് ഒരുമിച്ചിരുന്ന് ആടാ. അങ്ങനെ ഒരുമിച്ചിരുന്ന് ആടാന്ന് വിചാരിക്കണ്ട. ഒരു കാര്യം ചെയ്യ്, ഞാൻ 2 പ്രാവശ്യം ആടിയിട്ട് മാറിത്തരാം. നിങ്ങൾ എന്തോ ചെയ്. മാറി ഇറങ്ങ്. എടി പാറു നീ ഇറങ്ങിക്കോട്. ചിത്ര ചേച്ചി ആടിയിട്ട് നമുക്ക് തോനെ ആടാ. നീ ഇറങ്ങിക്കോട്. ചേച്ചി ഒരു കാര്യം. എടി പൊളിസു, എന്നോടാണോ കളി? ഹർഷ ചേച്ചി ഒരാട്ടം തന്നെ, ബാക്കി ഞാൻ കൊന്തി ആടിക്കോളാം. ഇരിപ്പിന്റെ കാര്യം. രണ്ടാട്ടം ആടിയിട്ട് ഇറങ്ങിക്കൊള്ളാം കേട്ടാ. ഇപ്പൊ ഊഞ്ഞാൽ എനിക്ക് സ്വന്തമായില്ലേ. ഇനി ഞാൻ 2 ആടണോ 3 ആടണോ 5 ആടണോ 10 ആണോ ഞാൻ തീരുമാനിച്ചോളാം കേട്ടാ. എന്നിട്ട് നിനക്കൊക്കെ തരുന്നുള്ളൂ. ചേച്ചി പോയ ഡിസ്റ്റർബ് ചെയ്യാൻ പോയ അങ്ങോട്ട്. ഊഞ്ഞാലിടെ അച്ഛനോട് ആവശ്യപ്പെട്ടതാരാ? അത് ഞാനല്ലേ പറഞ്ഞത്. ഈ ഊഞ്ഞാലിടെ ആവശ്യപ്പെട്ടത് ഈ ചിത്ര. ഈ ചിത്ര വിചാരിച്ചോണ്ടാ നിങ്ങളൊക്കെ എത്ര നേരം നിന്ന് അവിടെ കിടന്ന് ആടിയത്. ഇനി ഞാനൊന്ന് ആടി തിമിർത്തോട്ടെ. ഒന്ന് മാറിയുന്നേ. ദൈവമേ, ആട്ടം തന്നെ, ബാക്കി ആടിക്കോളാം. പിള്ളേരെ അങ്ങോട്ട് മാറി നിൽക്കേ. എന്നൊരു ബെല്ലും ബ്രാക്കും ഇല്ലാതെ കിടന്ന് ആടുന്നേ. അറിയിക്കും പിള്ളേരെ അങ്ങോട്ട്. ആകാശത്തിൽ അമ്പിളിയാടോ. ഷോയൊന്നും കാണിക്കണ്ട, അങ്ങനെ ആടിയിട്ട് ഇറങ്ങങ്ങോട്ട്. ഇത്ര ഇറങ്ങാറായേട്ടാ. ഇപ്പഴൊന്നും ഇറങ്ങൂല ചേച്ചി. പോയിട്ട് ഉച്ചയ്ക്ക് വാ, അപ്പോൾ ഇറങ്ങി തരാം. ചിത്ര കളിക്കരുതല്ലേ. കണ്ണ ഇതുവരെ ആടിയിട്ടില്ല കേട്ടാ. എന്നിട്ട് ഞാൻ മര്യാദ പറഞ്ഞില്ല കേറാൻ. കണ്ണ കേറാത്തല്ലേ. ചേച്ചി ഒന്ന് ഇറങ്ങി ചേച്ചി. കണ്ണ നമുക്കൊരു കാര്യം ചെയ്യാം. ചേച്ചി വരുമ്പോ നമുക്ക് ഊഞ്ഞാലെ പിടിച്ച് നിർത്താം. ശരി. കിട്ടി. പിള്ളേരെ വിട്ടങ്ങോട്ടെ. ദൈവമേ, ഇന്ന് അച്ഛൻ നേരത്തെ ദൂരെ കളയുന്ന ഈ ഊഞ്ഞാല്. മര്യാദയ്ക്ക് ഇവിടെ നാടാന്ന് വിചാരിച്ച് ഈ പെണ്ണ് താമസിക്കത്തില്ല. ചേച്ചി പിള്ളേരൊന്നും വിടാൻ പറ. ഞാൻ കുറച്ചേരം ആടിക്ക് മാറിക്കൊടുക്കാം. ഞാൻ ഇപ്പൊ നീ ഒറ്റയ്ക്കാണ് കണ്ണ തൂങ്ങി കയറണ്ട ഊഞ്ഞാലില്. പിള്ളേരെ വന്ന് വീട്ടിൽ ഇറങ്ങി. പിള്ളേരെ അങ്ങോട്ട് നീ അടിക്കോ. ഇനി ഒരു പരാതിയില്ലല്ലോ. നമ്മൾ 3 പേർക്കൂടെ നാളെ അടിക്കോ. ആഹാ, അപ്പൊ നിങ്ങൾക്ക് മാത്രം
മര്യാദയാ? പിന്നെ ഞാൻ ഇവിടെ നോക്കൂത്തിയത്ത് നിൽക്കുന്നേ. അമ്പട പൊളിസു, ഈ വർഷമാണ് നിങ്ങളുടെ കളി. ചേച്ചി ചേച്ചി പിള്ളേരൊന്നും ഇറങ്ങാൻ പറ ചേച്ചി. ആരും ഇറങ്ങുന്നില്ല, ഞാനും ഇറങ്ങുന്നില്ല. ആടിക്കോ, 3 പേർക്കൂടെ നാടാ. അപ്പൊ ആർക്കൊരു പരാതി ഇല്ലല്ലോ. ചേച്ചി ഒന്ന് ഇറങ്ങ ചേച്ചി. കൊന്തി ആടിക്ക ചിത്രേ, 3 പേർക്കൂടെ ഒരുമിച്ച് നാടാ. അയ്യോ എന്നെ കൊണ്ട് പറ്റുന്നില്ല ഇത്രയും വെയിറ്റ് എടുക്കാൻ. ശ്രമിക്ക് ചിത്രേ ഒന്ന്. ഇത് ദൈവമേ, എന്റെ ദേവി, കണക്കായി പോയി. അങ്ങനെ നടക്കട്ടെ. എന്റെ ദൈവമേ, എന്തുവായി കാണിച്ചു കൂട്ടിയിരിക്കുന്നേ? ഇറങ്ങി ആരും ഇനി ആടണ്ട. ഇറങ്ങി ഇങ്ങോട്ട്. ഇറങ്ങ വർഷം ഇങ്ങോട്ട് പാറോ. ഇറങ്ങിക്കേ. പറഞ്ഞാ കെട്ടിക്കൊടുത്തത് അടി ഉണ്ടാക്കി ഇവിടെ അറുത്ത് കളയുന്നു. ഇറങ്ങി അറുത്ത് കളയാൻ പോകും. ഇറങ്ങി സോറി അച്ഛാ, ചിത്ര ബഹളം ഉണ്ടാക്കാൻ വേണ്ടി വന്ന് ഞങ്ങൾ മര്യാദ ആടിക്കൊണ്ടിരിക്കുകയായിരുന്നു അച്ഛാ. എന്തോന്ന് ചിത്രേ കുഴപ്പം? അമ്മ എന്നെ പിടിച്ചെണീപ്പിക്കമ്മേ, എന്റെ കൈ. അച്ഛാ പ്ലീസ് അച്ഛാ, അടുത്ത് കളയല്ലേ അച്ഛാ. പറഞ്ഞിട്ട് എന്നെ കെട്ടിയത്. മാറിക്ക് ഇങ്ങോട്ട്. അച്ഛാ ബഹളം വെക്കൂല അച്ഛാ, പ്ലീസ് അച്ഛാ. തീരെ വാ ഇവിടെ വന്നിരിക്കും. ആരാ പറഞ്ഞ അറുത്ത് കളയാൻ പോകുന്നെന്ന്? ഞാനും അമ്മ അട പോവാ. പിന്നെന്താ, എല്ലാരും കയറിക്കോ.